തന്റെ സമപ്രായക്കാരിൽ പലരും പരീക്ഷണം ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു അപൂർവ അഭിനിവേശമാണ് 29-കാരനായ ആശൽ പിഎച്ചിന്റേത്. വീട്ടുമുറ്റത്തെ ഇത്തിരി സ്ഥലത്ത് കംബോഡിയൻ മുന്തിരി വിളയിച്ചാണ് യുവ കർഷകനായ തായ്ക്കാട്ടുകര സ്വദേശി ആശൽ ശ്രദ്ധേയനായത്. ബറാബയും ഡ്രാഗൺ ഫ്രൂട്ടും ഉൾപ്പെടെയുള്ള വിവിധയിനം വിദേശ പഴങ്ങളും ഉൽപ്പാദിപ്പിച്ച അനുഭവ സമ്പത്തും ഈ ചെറുപ്പക്കാരനുണ്ട്. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി കംബോഡിയയിൽ നിന്നുള്ള അതിഥിയുടെ വിശേഷങ്ങളിലേക്ക്. മുന്തിരി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയല്ല കേരളത്തിലേതെന്നുള്ളതാണ് സാധാരണയായി എല്ലാവരും പറയാറുള്ളത്. എന്നാൽ കംബോഡിയയിൽ നിന്നുള്ള മുന്തിരി കൃഷി ചെയ്ത് വിളവെടുക്കാൻ തയ്യാറെടുക്കുകയാണ് ആലുവ സ്വദേശിയും IT ജീവനക്കാരനുമായ ആശൽ. കോവിഡ് കാലത്ത് വിദേശ പഴങ്ങളോട് തോന്നിയ താല്പര്യമാണ് ഇപ്പോൾ ആരെയും ഞെട്ടിക്കുന്ന തരത്തിൽ വീട്ടുമുറ്റത്ത് പടർന്നു കിടക്കുന്നത്. നഴ്സറിയിൽ നിന്നും 80 രൂപയ്ക്ക് വാങ്ങിയ മുന്തിരി തൈയാണ് പടർന്ന് പന്തലിച്ചിരിക്കുന്നത്. ഒരു കുലയ്ക്ക് 4 കിലോ വരെ തൂക്കം വരും. 600-ലധികം മുന്തിരികളുണ്ട് ഒരു കുലയിൽ. വെറും 8 മാസം കൊണ്ടാണ് ചെടി കായ്ച്ചത്. കേരളത്തിലെ മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് പൂക്കൾ വീഴാത്തതിനാൽ ഇവിടെ കൃഷി ചെയ്യാൻ അനുയോജ്യമെന്നാണ് യുവ കർഷകനായ ആശൽ പറയുന്നത്. നമ്മൾ കോവിഡിന് ശേഷം ഇവിടെ വർക്ക് ഫ്രം ഹോം ആണ്. സോ ഞാനിങ്ങനെ കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്തു തന്നു. അതെല്ലാം ഹ്യൂജ് സക്സസ് ആയിരുന്നു. അങ്ങനെ പയ്യെ ചെയ്തതിൻ്റെ ഇടയിലാണ് നമ്മൾ കംബോഡിയ എന്നുള്ളൊരു പേര് കേട്ട്, കംബോഡിയൻ വൈൽഡ് ഗ്രേപ്സ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ ഹ്യൂജ് സക്സസ് ആയി. പിന്നെ ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ വീട് ഉൾപ്പെടെ എനിക്ക് 5 സെൻറ്റാണ്. 5 സെൻറ്റിൽ തന്നെ നമുക്ക് വീട് ഉൾപ്പെടെ വന്നിട്ട് തന്നെ നമുക്ക് 10 മേളിൽ എക്സോട്ടിക്സ് കറൻ്റ്ലി ഉണ്ട്. അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യാവുന്നുള്ളൂ. നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം വേണ്ട, നല്ല റിസൾട്ട് ഉണ്ട്. നമുക്കിതിപ്പോൾ വരുന്നത് 8 മന്ത്സിലെ സ്റ്റേജാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും കൊലകളുണ്ട്. നമുക്കിപ്പോൾ 16-ന് മുകളിൽ ഇപ്പോൾ കൊലകൾ കറൻ്റ്ലി ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കണ്ടോ, നല്ല സ്റ്റിഫായിട്ടുള്ള നല്ല തണ്ടിൽ നല്ല രീതിയിൽ തന്നെ നമ്പേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 600-ന് മുകളിൽ ഇപ്പോൾ സർട്ടിഫൈ ചെയ്തേക്കുന്ന 600-ന് മുകളിലും 4.5 കിലോക്ക് മുകളിലാണ് നമുക്ക് ഒരു കൊല്ലയുടെ വെയിറ്റ് വന്നിരിക്കുന്നത്. ആദ്യത്തെ കൊല്ലയുടെ ഇപ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു റെക്കോർഡാണ്. ഇവിടെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല അത്രയും നമ്പേഴ്സും അത്രയും വെയിറ്റും. വീടിന്റെ മട്ടുപ്പാവിൽ ഗ്യാക് ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ വിദേശ പഴങ്ങൾ ഉൽപ്പാദിപ്പിച്ച അനുഭവ സമ്പത്തുമുണ്ട് ഈ ചെറുപ്പക്കാരന്. ആ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിൽ അപൂർവമായ കംബോഡിയൻ മുന്തിരി കൃഷി ചെയ്തത്. LIC ഏജന്റായി ജോലി ചെയ്യുന്ന പിതാവ് ഹസനും തന്റെ കൃഷി ശ്രമങ്ങളിൽ പിന്തുണയായുണ്ടെന്നും ആശൽ പറയുന്നു. ഇതിപ്പോൾ ഒരു തണ്ടിൽ ഞാൻ ചെയ്ത റിസൾട്ടാണ് ഇത്രയും കണ്ടത്. അപ്പോൾ ഒരു 3-4 വെച്ച് കഴിഞ്ഞ് സ്പേസ് ഉള്ളവർ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ യുവാക്കളാണെങ്കിലും എല്ലാവരും ഇതിലേക്ക് കടന്നു വരിക, ധൈര്യമായിട്ട് കടന്നു വരിക. ഈ പറഞ്ഞ പോലെ പെസ്റ്റിസൈഡ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല, വേറെ പുഴുശല്യങ്ങളൊന്നും വരത്തില്ല. നല്ല കട്ടിയുള്ള നോർമൽ മുന്തിരിയുടെ ഇല പോലെയല്ല, നല്ല സ്റ്റിഫായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുഴുശല്യങ്ങളൊന്നുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഇതിലേക്ക് കടന്നു വരിക. ഇതൊരു ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് 99% ഇല്ല. ഞാൻ ചൂർണിക്ക ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പറാണ്. പേര് രമണൻ ചേലാക്കുന്നു. എൻ്റെ വാർഡിൽ ആണ് ഈ ആട്ടിൽ താമസിക്കുന്നതും. ഇന്ത്യയിൽ വെച്ച് ആദ്യത്തെ ഒരു ഉൽപ്പാദനമായിട്ടാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. എന്ന ഒരു യുവ കർഷകൻ എന്ന നിലയ്ക്ക് പലതരത്തിലുള്ള വെറൈറ്റി തൈകളും ഇവിടെ നട്ടു വരുന്നു. ഇത് അദ്ദേഹം മുകളിലേക്ക് ഉയർന്നു പോകേണ്ടത് ഒരു യുവ കർഷകനാണ്. ഭാരതത്തിൻ്റെ പ്രസക്തി അറിയിക്കുന്ന രീതിയിലുള്ളതാണ് ഈ മുന്തിരി കൃഷി കൂടി നമുക്കറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആലുവ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,